someone money can buy everything. എവിടെയായിരുന്നു ഇത്രയും നാൾ? നിന്റെ അമ്മയുടെ 16 കേന്ദ്രത്തിന് പന്ത് കേട്ടാൻ പോയിരുന്നത്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് ചത്തില്ല. അതുകൊണ്ടൊന്നുമല്ല, അവന്മാര് കുന്നമില്ലാത്തോണ്ട്. അവള് കറുത്തായ നമുക്കെന്ത്? ജീവൻ തിരിച്ചു പറ്റി. നിന്റെ മുമ്പിൽ തലകുത്തിരിക്കണം. അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും. ഹലോ, തോമാച്ച സാറിനൊന്ന് കൊടുക്കും. പിന്നെ എന്റെ ജോലി ഡെയിലി രാവിലെ ഇറങ്ങി ഓരോരുത്തരെ കിട്ടാപ്പില്ലായിരുന്നല്ലോ. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പോ ശിശുക്കൻ തോമ ഉണ്ടോ അവിടെ നിന്ന് ചോദിക്കണം. അതാരെ? അതെന്റെ അച്ഛനാ. അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അച്ഛനാ തോക്കെടുത്ത് വെടിവെക്കാൻ പറഞ്ഞപ്പോ അവൻ ഡാൻസ് കളിക്കുന്നു. അത് പൊട്ടത്തൊന്നുമില്ല. വഴിയിൽ നിന്ന് കളിച്ചോണ്ടിരുന്ന ഒരു പട്ടാണി ചെക്കനെ പിടിച്ചു വാങ്ങിച്ചതാ. അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അണ്ണാ മൈൻഡ് ആക്കല്ലേ? മൈൻഡ് ആക്കുന്നില്ല. Hey, what? Nothing. Get on the floor. Get on the floor. എടാ പാട്ട് ഏതായിരുന്നെടാ? 1 2 3 4 Get on the dance floor. വാ വരുന്നോ വാ പോയിട്ട് വെച്ച് വാ വാ ഓടി വാ പല്ലിത്തരാ ഓടി വാ വാടാ എല്ലാരും വാ പോയിട്ട് പോകണം അതിന്റെ പോയി അടിച്ച സാധനത്തിന്റെ ലേശം എനിക്ക് ബാക്കി കിട്ടും. പാരസിറ്റമോൾ ഇതിന്റെ പവറാണ് അത് കേട്ടോ. ആളിയാ കണ്ട് മടുത്തിയതൊക്കെ. ഇംഗ്ലീഷ് എന്താ പറയാ? G for grapes. കാക്കയുടെ കൂത്. L for ചിമ്മം. ഇന്നലെ പറയണേ. A for B for C for D for ഇതെന്താ? D for dog. ഇതെന്താ? E for F for കൊച്ചൊക്കെ എന്ത് സ്മാർട്ടാടാ. G for ഇംഗ്ലീഷ് എന്താ പറയാ? G for grapes. H for ഇല്ല H for horse. I for J for jaguar. കുട്ടിയായിട്ട് നടക്കേണ്ട പ്രായത്തിൽ കുട്ടിക്കളിയും കളിച്ച് നടക്കുന്ന എന്നെയൊക്കെ ഞാൻ എന്തൊരു പറയാനാ. ഇതിപ്പോ കുട്ടിയില്ല. വേണ്ടേ എന്റെ പൊന്നു മോനെ? വേണ്ടേ? നിന്റെ കേൾക്കാൻ നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം അതാണ്. 7 വരെ കൊന്നും നിങ്ങളുടെ 25 പേരിൽ 3 ഇത് നോക്കണേ കോലം. ഇവിടെ വേറെ 3 പേര് മാത്രം 7 ചിന്തിച്ചു. പിന്നെ കൂടെ കൊണ്ട് കക്കൂസൊക്കെ രാത്രി
ഡെസ്ട്രോ ഇന്നലെ കളിച്ചു കേട്ടോടാ. ഡെസ്ട്രോ ഇന്നലെ Whatever, man, it's a trick. Please be my guest. I have a simple one. You're all not worthy. ഇന്ന് അർജന്റീനയുടെ കളിയുണ്ടല്ലേ 3:30. ഇതെന്തുവാ പുള്ളിക്കാരൻ? ഗുഡ് മോർണിംഗ് ക്രിസ്ത്യാനോ. സുയി ബൈ. ആ പാട്ടിലെ പടത്തിലെ തന്നെയല്ലേ? അണ്ണന്റെ കൂട്ടുകാരനാണോ? ആണോ? എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്കും. പരിചയം കാണുമായിരിക്കും. പുള്ളിക്കാരോട് പരിചയം കാണുമായിരിക്കും. ഓനെ വിഷയം നൈസ് നൈസ്. എടാ രാം ഗോപാൽ വർമ്മ കേട്ടോ ജാസിക്ക് ബോളിവുഡിന്റെ ജാസി മറ്റേ ഇതില്ലേ പുള്ളിക്കാരനി ആ പുള്ളിക്കാരനി വെച്ചിട്ട് പുള്ളിക്കാരൻ പടം കണ്ട ചെയ്യാൻ പോവാന്ന്. അവസ്ഥയെ മാനിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൈപിടിക്കാൻ വേണ്ടി നമ്മൾ പുതിയ 2 റിസോർട്ടുകളെ കൂടി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. 2 ഒരുമിച്ച് വരണോ വേറെ പറയുന്നത്? അവര് ഒരുമിച്ചല്ലേ? അതെ. അപ്പൊ പറയുകയാണെങ്കിൽ 2ഉം ഒരേ കാറ്റഗറിയിൽ ഒന്ന് പഴയ മോഡലും ഒന്ന് പുതിയ മോഡലും ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട 2 പേര് ഞാൻ വെൽക്കം ചെയ്യാണ്. ഐ ആം വെൽക്കമിങ് ബാക്ക് മൊട്ട ജോണി ആൻഡ് സാഗർ. ചെറിയൊരു തിരുത്തുണ്ട്. അതായത് സാഗർ അല്ല, സാഗറിന്റെ മോനാണ് വരുന്നത്. CR ശിവൻ സാഗർ. CR ശിവൻ ആൻഡ് മൊട്ട ജോണി. ഈ ഡ്രസ് ഇട്ട് മുട്ടജോണി അല്ലടാ മൊട്ടജോണി. മുട്ടജോണി കണ്ട് ഞാൻ മടുത്തു. ആ കുഞ്ഞുകേർക്കന്റെ അഹങ്കാരം നോക്ക്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ സ്നഗ്ഗി പിടിച്ചിട്ട് പിച്ചിലോട്ട് ഒറ്റ അടി കഴിച്ചാനെ. അല്ല പിന്നെ ആ നോക്കുന്നിട്ടവൻ പുള്ളിക്കാരൻ വിചാരിക്കുന്നതായിരിക്കും ഉണ്ടാക്കി പോവുകയും ചെയ്ത് ഇതിപ്പോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പുള്ളിക്കാരൻ സഞ്ചരിച്ചങ്ങ് ഡീപ്പായിട്ട് സഞ്ചരിച്ചു. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതി. OG is history.
നെറ്റ് പോയി എൻ്റെ നെറ്റ് പോയി live പോയി. പക്ഷെ പുള്ളിക്കാരനുണ്ടല്ലോ ഇന്നലെ പെനാൽറ്റി വരുന്നതിന് മുന്നേ പുള്ളിക്കാരൻ ഒരു ഓഫ് സൈഡ് ഒരു സാധനം ഫിനിഷ് ചെയ്തായിരുന്നു. എന്താ സോ ഗുഡ്. ഏത് മന്ത്രവാദിയുടെ മെസ്സിനെ കുറിച്ച് പറഞ്ഞ നാവ് പിഴുതെടുക്കും ഇയാളൊരു താനോസിന്റെ അച്ഛനോ എന്തോ കൈ കിടക്കുന്നേ? മറ്റേ സ്റ്റോൺ, വേറെ സ്റ്റോൺ, ഭൂമിയെ കാക്കുന്ന സ്റ്റോൺ. തകർക്കും മെസ്സിനെ കുറിച്ച് നീ പറഞ്ഞാ നീ തകർക്കും. പുള്ളിക്കാരൻ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാന്ന്. என் பேரு சரவணன். எனக்கு இன்னொரு பேர் இருக்கு. അത് കൊള്ളാം. ആർക്കോ മുണ്ടായിരിക്കും ഇവിടെ പണ്ട് ഏതില് ഈ ചെപ്പണ്ണല്ലേ ഈ ചെപ്പണ. What the fuck am I even watching, bro? ഈ മലയാളി മനുഷ്യന്മാരുടെ ഒരു സംഭവമേ, ഈച്ചകൾക്ക് പോലും ഒരു പ്രൈവസി കൊടുക്കത്തില്ല. ഈച്ചകൾ വിചാരിക്കുന്നുണ്ടാവും ആണം കെട്ടവന്മാർ ഈച്ചയെ പോലും വെറുതെ കൊടുത്തില്ല. വാസു കത്തിപ്പോയപ്പോ ഹോൾഡ് ഇറ്റ്. വാസുവിന് ഋഷിക്കിന് ഒരു വീഡിയോ 12v14 ആയാലും ശംഭു ഗോട്ടാണ് അവരുടെ. വാസു കത്തിപ്പോയപ്പോ ഹോൾഡ് ഇറ്റ്. സ്വത്തായിട്ട് ഒരു കോർഡിനേഷൻ ഇല്ലെന്ന് തോന്നിയവരുണ്ടോ? എടാ പോയി രാത്രി വെള്ളവും കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങടാ ഇരിക്കാ. ചുമ്മാ ഈ കിടന്ന് കൊണാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോത്ത മാനങ്ങൾ ഇവിടെ കൊണ്ടിട്ട് ഇത് എന്തൊരു ഇതാരാ? ചേട്ടാ ഈ ചെറുക്കനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. സെക്കൻഡാണോ ഇത്? എടാ ഇവൻ അലിൻ ജോസ് പെരേര എടുത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തോ? വലിയ പുള്ളി, വലിയ ആൾ. MRC റാംബോ, കിക്ക് റാംബോ, I am റാംബോ കുണ്ടിയ. എന്താണോ ഇത്? ഇതേ ആണോ? എടാ എന്തൊക്കെയാടാ നിങ്ങൾ ചെയ്തു വെക്കുന്ന ഇത്? ധീവര പ്രസന്ന സൗമ്യത. ദിലിൻ ഈഗിൾ ഗെയിമിംഗ് ദിനേശൻ. ഇതെന്തുവാ? ഒരു ദിവസം മമ്മി വിളിച്ചിട്ട് പറഞ്ഞ് ഫസ്റ്റ് വി സി അല്ലേ? ഞാൻ എടുത്തു കൊടുത്ത വി സി ആണോ ഇത്? തോന്നുന്നു കേട്ടോ. നിന്റെ അവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. My dream PC finally done. Thank you Sharad bro, Shazin bro for sponsoring this. Stream will be back after my exam. Stay tuned guys. Love you all. ഈ കോഴ്സ് ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ള അടുത്ത് പറഞ്ഞു. വെക്കേഷൻ വന്നു ഞാൻ മമ്മി എടുത്തിട്ട് മമ്മി ചോറ് വിളമ്പാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഏട്ടാ മോനെ റേഷനറി കിട്ടില്ല, അതുകൊണ്ട് വൈകുന്നേരം ആവത്തുള്ളൂ, അത് കിട്ടിയിട്ട് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മമ്മി എന്തോ എനിക്ക് ബ്രെഡോ അങ്ങനെ എന്തോ ഉണ്ടാക്കി തന്നു. അത്രയും ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് പപ്പയും മമ്മി എന്നെ വിളിച്ചിട്ട് കോച്ച് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചറിയുന്ന ദിവസം അതാ. എനിക്കുണ്ടല്ലോ ഒന്നും മിണ്ടാതെ നേരെ വന്ന് 30 ദിവസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. 30 ദിവസം, ഒരു മാസം സ്ട്രീം ഇട്ടാൽ ഞാൻ കോടീശ്വരനാ. ഒരു വർഷത്തിൽ ഞാൻ കോടീശ്വരനാ. അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്.
ജോക്കി ബ്രോ വാട്സ്ആപ്പ് ബ്രദർ എന്തൊരു പരിപാടി എന്നെ കണ്ടില്ലല്ലോ ഞാൻ സിറ്റിയില്. ഞാൻ ഇപ്പൊ നിങ്ങളെ നമ്പർ തപ്പേനു ഇവിടെ. നമ്മള് ബുർജിലൊരു റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയ്ക്കെ പണ്ട്. കിട്ടിയില്ലേ ബുർജിലെ റൂം? കിട്ടിയില്ല. റൂം ഓൾവേസ് വെൽക്കം. ഇങ്ങനത്തെ പരിപാടി ഗ്യാങ്ങൊക്കെ ജോക്കി ബ്രോ തലവേദനയാണ്. ആദ്യം ഒരു തലവേദന കാണും, പിന്നെ ആദ്യം ഒരു പ്രശ്നം കാണും, പക്ഷെ അത് പിന്നെ അങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ കരഞ്ഞു പോയി ഞാൻ. കണ്ടറിയില്ല. ഇങ്ങോട്ട് ഇതൊന്ന് പ്ലേ ആവുമോ മോനെ? എന്താ ഇത്? என்ன நடந்துச்சு? ஷூட்டிங்கா? OG Den. இல்ல, குக்கிங். ஓ குக்கிங்கா? He walks like thunder. The streets take no. ரெசிபி என்ன? Every step he takes. கொஞ்சம் கருணை, A whisper cold. The night bends over. கொஞ்சம் கோபம், When he's around. கொஞ்சம் பிரச்சனை, அப்புறம் போதுமான அளவு இல்ல, சாரி, அளவுக்கு அதிகமான காதல். എടാ മോനെ വിഷൻ ലൈറ്റിംഗ് കേട്ടോ, ലൈറ്റിംഗ് വിഷൻ ലൈറ്റിംഗ്. Every corner rolls, every wall leans in. He's the start of trouble, the innocent. The clock ticks slower when he's innocent. இப்படி ஒரு சமையலும் இருக்க முடியாது. சமைக்கணும்னு நினைச்சவங்களும் உயிரோடு இருக்க மாட்டாங்க. இல்ல, ஒருத்தன் இருந்தான். ഓ സിനിമയാ. Second year's GEMS Arts and Science. Is currently setting. All citizens are required to shelter this storm. എടാ വല്ല നിർത്തിയിട്ട് വല്ല സിനിമ പിടിക്കാൻ പോടാ. ഇതിന്റെ ഫുൾ നല്ല ക്വാളിറ്റി വീഡിയോ കിട്ടൂ. Lock upside now. Night's just getting started. UTSET. Outset. Oh fuck man. ട്രെയിലർ റീക്രിയേഷൻ ആണിത്, എനിക്കത് മനസ്സിലായി, പക്ഷെ വിഷയമായിട്ടുണ്ടല്ലേ. എടാ ചെറുക്ക, ഇപ്പോൾ വാങ്ങിയ ഇരട്ടി വാങ്ങാം. ഞാൻ 2 വട്ടമായിട്ട് നിന്റെ വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇവിടെ ഒരെണ്ണം ഞാൻ ഇത് ബഗ്ഗാന്ന് വെച്ച്, താഴത്തത് വേറെ പോസ്റ്റ്. ഇതൊന്ന് എന്തുവാ മോനെ ഇത്? കണ്ടേ 1930 മുതൽ 2026 വരെ 23 ലോകകപ്പ് ചാമ്പ്യൻഷിപ്പുകൾ. അതിൽ എല്ലാ ടൂർണമെന്റുകളും കളിച്ച ഒരേ ഒരു രാജ്യം. ഇത്രയും ടൂർണമെന്റുകളിൽ നിന്നായി 5 കിരീടങ്ങൾ, 2 തവണ 2ാം സ്ഥാനക്കാർ. എന്നാൽ ഇത്രയും റെക്കോർഡുകളെല്ലാം തന്നെ ഉണ്ടായിട്ടും ബ്രസീലിയൻ ഫുട്ബോളിനെതിരെയോ ബ്രസീലിയൻ ഫുട്ബോൾ കൾച്ചറിനെതിരെയോ ഒരു ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒരു ബ്ലാക്ക് മാർക്ക് പോലും ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ചരിത്രത്തിൽ 3 കിരീടങ്ങൾ അർജന്റീന നേടിയിട്ടുണ്ട്. 1978-ലും 1986-ലും 2022-ലും. ഈ 3 കിരീടങ്ങൾക്ക് പിന്നിലും അർജന്റീനൻ ഫുട്ബോൾ നേരിടുന്ന കടുത്ത ആരോപണങ്ങളുണ്ട്. 1978-ൽ അർജന്റീന കിരീടം നേടിയപ്പോൾ ആ കിരീടത്തെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ എതിർ ടീമിനെ യുദ്ധത്തിന്റെ മറവിൽ കിഡ്നാപ്പ് ചെയ്തു ദുബായ് ഫുള്ള് നടക്കുവാന്നു കൊണ്ടുപോവുകയും
അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഫൈനലിൽ നേരിട്ടതെന്നും അങ്ങനെയാണ് വിജയം നേടിയതുമെന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. 1986 സാക്ഷാൽ മറഡോണ കൈകൊണ്ട് ഗോളടിച്ചു. ജനുവരി 28 വാർ ബയാഫ്രൻ വാർ 67-70 അത് 69 ജനുവരിയിൽ 2 ദിവസത്തേക്ക് അവര് എൻഡർ നിർത്തിവെച്ചു എന്ന് മാത്രമല്ല, ഇയാൾക്ക് കമന്ററി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ യുദ്ധം, മറ്റേ വാസ്കോഡ ഗാമ കാലുകുത്തി ഉറുഗ്വായിൽ പോയി, എന്തൊക്കെയായിരുന്നോ എന്തോ കഴിഞ്ഞതിന്റെ മുന്നിലത്തെ കളി പുള്ളിക്കാരൻ പറഞ്ഞു. ഇങ്ങനെ പുള്ളിക്കാരല്ലാത്തതിന്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പെലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സംഭവിക്കുന്നതാണെന്ന്. സംഭവിക്കുന്നു. എന്റെ ദൈവമേ, പ്ലേ ചെയ്തും പോയി. വേഗം പറയണം, എനിക്ക് ടൈമില്ല. എന്ത് പറയാനാ? ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ചോദിച്ചോ. പെട്ടെന്ന് പറയാം, ഞാൻ കൊറേ നേരം കാത്തിക്കൂടെ. ക്വസ്റ്റ്യൻ എന്താണ്? കട്ടക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ട് ഏതാണ്? ആൻസർ പറ. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രൂട്ട് ഏതാണ്? കൈ കൂടെ നിൽക്കുന്ന ഫ്രൂട്ടോ? ഫ്രൂട്ടോ? അതിപ്പോ എല്ലാ ഫ്രൂട്ടും ഫ്രീസറിൽ വെച്ച അങ്ങനെയില്ല, കട്ടക്ക് കൂടെ ഇങ്ങനെ കട്ടക്ക് കൂടെ. കട്ട് ഫ്രൂട്ടോ? സമയമില്ല. സപ്പോർട്ടാ? സപ്പോർട്ടാ. ഓൾവേസ് സപ്പോർട്ട്. സമയമില്ലാത്തോണ്ടാ ആളിയാ പിള്ളേരുടെ ഓരോ ഇത്. ഇത് എന്താന്ന് അറിയാനുള്ളൊരു ത്വരയുണ്ട്. ഇനി പ്ലേ ചെയ്താൽ പണിയാവോ എന്നുള്ള വീഡിയോ ഉണ്ട്. എനിക്ക് അറിയായിരുന്നു പട്ടിയാന്ന്. എനിക്ക് അറിയായിരുന്നടാ പട്ടിയാന്ന്. എന്നാലും അതിങ്ങനെ ഈ പട്ടിയൊക്കെ വന്നത് ഇതൊക്കെ എന്തൊക്കെയാ ഇത്? പോർച്ചുഗൽ ക്രൊയേഷ്യ മാച്ച് കോൺട്രവേഴ്സി ആണല്ലോ. അന്ന് ക്രൊയേഷ്യ ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞത് ഗോളാണ്. പോടാ ഇറങ്ങി. പിന്നെ ഇത് ബോളിനകത്ത് വെച്ചേക്കുന്ന പാട്ട എന്തോ മറ്റേ ഉത്സവപ്പറമ്പി വെക്കുന്ന മറ്റേ LED-ക്കകത്ത് വെക്കുന്ന സാധനം എന്ന് വിചാരിച്ചോ? പിന്നെ നമ്മളങ്ങ് പറഞ്ഞു തുടങ്ങിയുണ്ടല്ലോ ഫിഫയുടെ ദത്തുപുത്രൻ എന്ന് പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങുവേ. എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. നമ്മൾ ചുമ്മാ അടങ്ങിയിരിക്കുന്ന സമയത്ത് മനുഷ്യനെങ്കിലും കഷ്ടപ്പെട്ട് ആറ്റുന്നൊരു കളി ജയിച്ച് എങ്ങോട്ടെങ്കിലും അങ്ങോട്ടൊന്ന് പോകുന്ന സമയത്ത് വെറുതെ അങ്ങ് പറയുക ഓരോത്തന്മാരെ അങ്ങ്. സുമി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഈ പ്രിയ ഏതാ? പ്രിയ HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന രാജ്മോൾ അതാരാ? എന്റെ മെസ്സേജ് നോക്കടാ നീ. വോ അനുപ്പ പാത്തവൻ ഉങ്കപ്പ വിസില കേട്ടവൻ ഓ മവനു പേരനു ആട്ടം പോട വെപ്പവൻ ഇവൻ പേരെ തൂക്ക 4 പേര് പട്ടണം പറിക്കും 100 പേര് ഒത്തിച്ചു എത്തി പാത്താ ഉസിരെ കൊടുക്കും. ഇതായിരുന്നല്ലോ എൻ്റെ വാട്സാപ്പ് മെസ്സേജ്. ഇതല്ലായിരുന്നല്ലോ എൻ്റെ വാട്സാപ്പ് മെസ്സേജ്. എന്ത് വാടാ, എന്തുവാ നിന്റെ പ്രശ്നം? സാൻഡ്രൈഡേഴ്സോ സോഫി കളിയാ ഇത് വാങ്ങി കളിക്കുക. ഞാൻ ഇപ്പോഴാ കാണുന്നത്. എന്തുവാ ഇത്? രാജ്മോള് പുതിയതായിട്ട് സത്യം പറഞ്ഞ എടാ ഈ കുഞ്ഞിന്റെ പൈസ മൊത്തം ആയായിരുന്നോ? എത്രയായി? എമൗണ്ട് റേസ്ഡ് സോ ഫാർ 4 കോടി. പോടാ, അത്രയും റേസ് ആയോ? ഫക്ക്. ഇത് വായിച്ചിട്ട് റിപ്ലൈ തന്ന എടാ അളിയ എന്തുവാ ഈ പ്രശ്നം? ഞാൻ ഡിസ്കോഡ് ഇരിപ്പുണ്ടളിയാ, ഒന്ന് വന്ന് സംസാരിക്കും. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുവാ ഇത്? വാ. 15 കോടി അടുപ്പിച്ച് റേസ് ആയായിരുന്നു. പോടാ. കേരളത്തിന്റെ പുത്രൻ. സംഭവം അല്ലേ മലയാളികളെല്ലാരും? 16 കോടിയോ? കണ്ടപ്പോ എനിക്ക് പഴയ കളവാണി ഇഷ്ടപ്പെട്ടെ, പക്ഷെ പഴയ കല്യാണി ഇഷ്ടപ്പെട്ടെ. ഇത് Second position Lionel Messi and third position Cristiano Ronaldo. Please join us on stage. I think second for Lionel.
Second unit, could you change it, please? Oh. Well, you tried, but you didn't manage. ഓ ഇന്നലെ അളിയ അതൊരു സീ ഓഫ് തീസ് പ്ലസ് ആർക്കേഡേഴ്സ് ഓൺ ഡെസേർട്ട് ഗെയിമാണ്. നൈസാണ്. 6 പ്ലേയേഴ്സ് കളിക്കാറ്റ് എ ടൈം. അളിയ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഈ സോഫിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കളിക്കുമോ നമ്മൾ? ഛേ ഇതൊക്കെ പറയുന്നേ ഞാൻ. സ്റ്റീം നോക്കട്ടെ. Zoom!